ഹായ്. ഇന്നേ ഇവിടെ നമ്മുടെ പോർട്ടിൽ അപ്പം നമ്മുടെ നെയ്ബർ അപ്പാപ്പനല്ലോ മീൻ എടുക്കാൻ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ആ മീൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോർട്ടിൽ പോകണതാണ്. അവിടെ അവിടെ മീൻ പിടിക്കുന്ന ബോട്ട് വരുന്നുണ്ട്. ആ ബോട്ടുകാരുടെ നിന്ന് അപ്പാപ്പൻ അവിടെ ഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അപ്പാപ്പൻ അറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ അടുത്ത് നിന്ന് മീൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. നമ്മുടെ ചാളയുടെ കുഞ്ഞില്ലേ, ആൻജോവി എന്ന് പറഞ്ഞ പേര് പറഞ്ഞേ, അത് തന്നെ അവിടെ കിട്ടും. അതിനെ മേടിക്കാൻ വേണ്ടി, അതിനെ കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അപ്പാപ്പനും കൂടെ അവിടെ പോകണം. അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. അപ്പോൾ രാവിലെ ഞാനും അപ്പാപ്പനും കൂടെ കൂടി പയ്യെ പോയി നോക്കാം. അവിടെ അപ്പാപ്പൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടെർമിനലിൽ പോകണം. ആ ടെർമിനലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല അകത്ത്. എന്നാലും എനിക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഈ ബോട്ടുകൾ വന്ന് അടുക്കണതും അതിൻ്റെ അകത്തുനിന്ന് അവർ ഓഫ് ലോഡ് ചെയ്ത് അവർ ശരിക്കും ഇവിടെ അടുത്ത് ഫാക്ടറി ഉണ്ട്, അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവർ മീനെ എടുക്കണത്. പിടിച്ചിട്ട് കൊണ്ടുപോകും. ചെറിയ ആൻജോവിയില്ലേ, ആൻജോവിയിൽ അവർ വലിയ സൈസൊക്കെ തിരിച്ചിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാനും, പിന്നെ അത് നമ്മുടെ വലുതെടുത്തിട്ട് നമ്മുടെ ബോട്ടിലാക്കി എക്സ്പോർട്ട് ചെയ്യാനുണ്ട്. അത് കൂടാണ്ട് അവരിത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരച്ചെടുത്തിട്ട് അതിൻ്റെ നെയ്യ് എടുക്കും വേറെ ഒന്ന്. അല്ലാണ്ട് പിന്നെ ഇത് കോഴിത്തീറ്റയ്ക്കൊക്കെ വേണ്ടിയിട്ട് വേറെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ നെയ്യെല്ലാം എടുത്തിട്ട് അരച്ച് അതിന് വേണ്ടി എടുക്കും. ആൻജോവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലം ഈ തണുപ്പൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് മീനങ്ങ് വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ടെണ്ണ പിടിക്കണമെന്നറിയാമോ. ഇവിടുന്നും തുർക്കിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ ബോട്ടല്ല, ഷിപ്പ്, വലിയ ഷിപ്പല്ല, എന്നാലും നമ്മുടെ നാട്ടിലെ ഫിഷിംഗ് ബോട്ടില്ല, അതിനേക്കാളും വലുത് ചെറിയ ഷിപ്പ് തന്നെ. അതേ കൂട്ട് ഒരു 10-30 എണ്ണം വന്ന് ഇങ്ങനെ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ വന്ന് മീൻ പിടിച്ചുകൊണ്ട് പോവുക ചെയ്യണത്. നിറയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടണ്ണ് കണക്കിന് വന്ന് പിടിച്ചുകൊണ്ട് പോവുക ചെയ്യണത്. ഇത് ഈ തണുപ്പത്തെ ഈ സാധനം ഈ മീൻ വന്നു തുടങ്ങത്തുള്ളൂ. തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പൊരു നമ്മളിപ്പം നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരത്തേക്ക് 3-4 മാസത്തേക്ക് ഇവർക്ക് എന്താണെന്ന് വെച്ചാലും ഭയങ്കര ചാകരയാണ്. ആ ടൈമിൽ ഈ ഒരു സൈസ് മീൻ മാത്രമേ ഉള്ളൂ. മീൻ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസാറിലേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ മണം കാരണം ആൾക്കാർ മേടിച്ചിട്ടും ഇടയ്ക്ക് എല്ലാ കൊല്ലം ആൾക്കാർ ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കണം. ഈ സീസണാക്കി എന്തെങ്കിലും 4-5 മാസത്തേക്ക് ഈ മീനിൻ്റെ മണമൊക്കെ കാരണം ഈ സിറ്റിയിലെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ആൾക്കാർ ബഹളമൊക്കെ ഉണ്ടാക്കണം. എന്തായാലും അത് പിന്നെ പിടിച്ചുകൊണ്ടേയിരിക്കും. ഇഷ്ടം പോലെ മീൻ കിട്ടി, ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ശരിക്കും ആ മീൻ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വന്നിട്ടില്ല. ഈ അപ്പാപ്പനുള്ളതുകൊണ്ട് അപ്പാപ്പൻ കഴിഞ്ഞ കൊല്ലമൊക്കെ അപ്പാപ്പൻ പോയിട്ടായിരുന്നു. ഈ കൊല്ലം പോകണമെന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ പോയി കഴിയുമ്പോൾ അപ്പാപ്പൻ വരുമ്പോഴത്തേക്കും വിളിക്കുമായിരുന്നു, എടാ എടുക്കണുണ്ട്, നീ ഒരു ബക്കറ്റൊക്കെ ആയിട്ടേക്ക് പോരേന്ന് പറയും. അപ്പോൾ ഞാനിവിടുന്ന് ബക്കറ്റൊക്കെ ആയിട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യം പോയി എടുത്തിട്ട് ഞാൻ ആൻജോവി ഉണക്ക ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അത് കണ്ടോ. ഇവിടെ ഇവിടുന്ന് പോയി ടെർമിനലുണ്ട്. ഇവിടെ 2 ടെർമിനലുണ്ട്. അതായത് ഇവിടെ ലോക്കൽ ഫിഷ് പിടിക്കുന്നത് ഒരെണ്ണമുണ്ട്, മറ്റേത് വേറെ ഒരെണ്ണമുണ്ട്. 2 ടെർമിനലുണ്ട് അവിടെ. മറ്റേ ഫിഷിംഗ് ബോട്ട് വന്നതിൻ്റെ മറ്റേ വലിയ ഷിപ്പ് വന്ന അടുത്തേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല, അങ്ങോട്ട് നമ്മളെ കയറാൻ സമ്മതിക്കില്ല ഒരു കാരണവശാലും. മറ്റേ അടുത്ത സൈഡിൽ കയറിയിട്ട് ഫിഷിംഗ് ബോട്ടൊക്കെ വരുന്നതില്ലേ, അവിടെ പോയി നമുക്ക് വണ്ടിയും കൊണ്ട് അവിടെ അകത്ത് വരെ പോവാം. അവിടെ അകത്ത് പോകാം. പക്ഷേ അതിൻ്റെ അകത്ത് ക്യാമറ എടുക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം അവിടെ സെക്യൂരിറ്റിയും പോലീസൊക്കെ ഉണ്ട്. ക്യാമറ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും അറിയില്ല, അകത്ത് പോയി നോക്കാം നമുക്ക്. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ കിട്ടുമല്ലോ. ശരിക്കും എന്തോരം മീനെ കൊണ്ടുവന്നേക്കണേ, ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. നമുക്കത് നോക്കാം. അതായത് അവിടുന്ന് വന്ന് നമ്മളിത് ടെർമിനലിൻ്റെ അവിടെ അങ്ങോട്ട് കയറി. ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമുള്ളൂ. അവിടെ ഒരു സൈഡിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ സൈഡിലൊക്കെ നിർത്തിയിട്ടേക്കുന്ന ട്രക്കുകളില്ലേ, ഈ ട്രക്കുകളിൽ കൂടെയൊക്കെ അവർ മീൻ കയറ്റിക്കൊണ്ട് പോകണ ട്രക്കുകളാണ് അത്. അവിടെ ഈ ട്രക്കല്ല കേട്ടോ, ഇതല്ല വേറെ ടൈപ്പ് ട്രക്കാണ് ഇത്. ഇവിടെ പാർക്കിങ്ങിന് എന്തോ കൊണ്ടിട്ടേക്കുന്ന ട്രക്കാന്ന് തോന്നുന്നു. ഇതല്ല, അപ്പുറം സൈഡിൽ കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്യണമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ കാണിച്ചു തരാം. അത്
കുറച്ചുള്ളൂ. ഇത് ആൻചോവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ നമ്മുടെ ശരിക്കും കൊഴുവയൊക്കെ ഇല്ലേ, കൊഴുവേനേക്കാൾ ഇത്തിരിയോടൊക്കെ വലുത്. നമ്മുടെ ചാളയൊക്കെ പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിന് ഇത്തിരി ഭയങ്കര മണ, അതുകൊണ്ട് പാടാ അത് തിന്നാനൊക്കെ. അത് പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ, അത് വറുത്ത് കഴിഞ്ഞാലോ. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ അതുപോലെ പുളിയില ഒക്കെ ചൂടാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല മീന അടിപൊളിയാണ്. അതുണ്ട്. ഇതാണ് ഞങ്ങളുടെ മീൻ പിടിക്കണേ ഫിഷിങ്ങിൻ്റെ ഒക്കെ ബോട്ടുകളെല്ലാം വന്നടിക്കണേ. ടെർമിനലിൽ കിടക്കണ എല്ലാം പൊന്തി ഇത് കിടക്കണമെങ്കിൽ ബോട്ടുകളുടെ ഈ നെറ്റ് വലിക്കണതിൻ്റെ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള തലഭാഗങ്ങളാണ് ഈ കാണുന്ന മൊത്തം. ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാ ബോട്ടിൻ്റെ അകത്ത് കയറി ഇപ്പോൾ രഹസ്യമായിട്ട് പിടിച്ചതാ വീഡിയോ. ഇതിൻ്റെ അകത്ത് തന്നെ ബോട്ടിൽ ഇവർ കൊണ്ടുവന്നിട്ട് ആ ഒരു സൈസ് മീൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ ഇതിലൊക്കെ മൊത്തം കാണുന്നതുണ്ട്. ഇതിൻ്റെ ഇവിടെ അപ്പുറത്ത് അതിൻ്റെ പുറകിൽ അങ്ങോട്ടൊക്കെ നിറയെ ബോട്ടുകൾ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഇത് ഈ സീസണായി കഴിഞ്ഞാൽ ഇതുപോലെ ഈ ടാക്സി എന്ന് പറഞ്ഞ ഫിഷ് പിടിക്കുന്ന ബോട്ട് വേറെ, ഇത് കൊണ്ടുവന്ന ബോട്ട് വേറെയാണ്. അത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഇറക്കിയിട്ട് ഇതുണ്ടോ, ഇതിൽ ആ ഒരു പൈപ്പ് വെച്ചിട്ട് ഇതുണ്ടോ ഇവിടെ വണ്ടി ഇട്ടേക്കണുണ്ട്. ഈ വണ്ടിക്കടെ ഇങ്ങനെ നേരെ ബോട്ടിലേക്ക് ലോഡ് ചെയ്യുകയോ ചെയ്യണത് ഈ സാധനം. എന്നിട്ട് ഇവർ ഫാക്ടറിയിലേക്ക് ഇവിടുന്ന് അത് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ബോട്ടിലൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്, വേറെ ആരാണ്ട് എടുക്കാൻ വേണ്ടി എടുത്തു വെച്ചായിരുന്നതാണ്. ഇവിടെ നിന്നുണ്ടോ ഇതും ഇതിൻ്റെ അടിയിലും ഉണ്ട്. അതിൻ്റെ അടിയിലും തട്ടുണ്ട്. ഒരു ബോട്ട് പോയി ഇങ്ങനെ മേച്ച് നിറച്ച ഇവർ മീൻ പിടിച്ചുകൊണ്ട് വരുന്ന എപ്പോഴും ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല. ഇത്രയാണ് നമുക്ക് കിട്ടിയ മീൻ. അപ്പം അവന് നമുക്ക് എടുത്തത് അത് 20 കിലോയുടെ ഏതാണ്ട് ബോക്സ് അതാന്ന് തോന്നുന്നു ഒരെണ്ണം. അതുണ്ട്, ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മീൻ എടുത്തതെന്ന് പറഞ്ഞില്ലേ. അപ്പം അന്നേരം അവിടെ എനിക്ക് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ലാന്ന് പറഞ്ഞു, അവിടെ ടെർമിനലിൻ്റെ അവിടെ. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതെന്താ ഈ മീനാണ് കിട്ടിയത്. നമ്മുടെ നമ്മുടെ കൊഴുവയില്ലേ, കൊഴുവയുടെ പോലത്തെ. അപ്പം അവനൊരു കസിന് കൊടുത്തിടാമെന്ന് വന്നു. അപ്പം അവനൊരു 20 കിലോയുടെ ഒരു ബോക്സിൻ്റെ അകത്ത് അവർക്ക് കൊടുത്തിട്ട് ബാക്കി കുറേ എനിക്ക് നിന്ന്. അപ്പം അവനെടുത്തിട്ട് ബാക്കി കുറേ എനിക്ക് തന്നാൽ ഇതൊരു 5 കിലോ 6 കിലോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടാ. പിന്നെ ആൻചോവി ഫിഷ് നമ്മുടെ നാട്ടിൽ ഇത് ഇല്ലയെന്ന് തോന്നുന്നു, ഇവിടെ യൂറോപ്പിൽ ഉള്ള മീനാ. അപ്പം ഇതാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോയ മീൻ കേട്ടാ. Thanks for watching. Please subscribe to our channel, press the bell icon for notification about new videos, like, comment, share and support.